ഓക്കെ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമുക്ക് ഇന്ന് ഒരു റിവ്യൂ നോക്കാം. കൂലി എങ്ങനെയുണ്ട്? നല്ല പടമൊക്കെ കൊള്ളാം. എന്ത് പറയാനായിട്ട് ഒന്നും കൊള്ളൂല. അങ്ങനെയല്ല, കുറച്ച് അധികം എക്സ്പെക്ട് ചെയ്താണ് പോയത്. അപ്പോ അതിനുള്ള ഒന്നും അതിനകത്തില്ല. നോർമൽ ഒരു പടം പോലെ എടുത്തു വെച്ചിരിക്കുന്നത്. ലോകേഷ് ആണ് എന്റെ ഡയറക്ടർ. നമ്മൾ കണ്ടോണ്ടിരിക്കുമ്പോൾ പോലെ ചിന്തിക്കാനായിട്ട് ഓർമ്മിക്കാൻ ലോകേഷിന്റെ ഒരു സംഭവം അതിനകത്ത്. ഫ്രെയിമിങ്ങും ലൈക്ക് സിനിമാറ്റോഗ്രഫി അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ലൈക്ക് ഒരു സ്റ്റോറി ബേസ് ആയിട്ടാണ്, ഡയറക്ഷൻ ബേസ് ആണെങ്കിൽ ഒരു ഫ്ലാറ്റ് സ്റ്റോറി, ഹൈ മൊമെന്റ്സ് ഇല്ല, ഒരു ഗുമ്മില്ല. അൻപറിവിന്റെ ഫൈറ്റ് തന്നെയത്. അതിങ്ങനെ പറഞ്ഞൊക്കെ പോണു രജനികാന്ത് പിന്നെ കോടാലിയിട്ട് ഫൈറ്റ് ഉണ്ടല്ലോ, അത് കണ്ടായിരുന്നു. കോടാലിയും കൈയും പോണ ഏത് വഴിക്കും ഫൈറ്റ് എനിക്ക് അതിനകത്ത് ഒരു ഫൈറ്റ് മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ. ആ ബിൽഡിങ്ങിനകത്ത് വെച്ച് സെറ്റ് ആയിട്ടുള്ള ഓരോ സാധനം മാത്രം. അത്യാവശ്യം ഉള്ളതെല്ലാം ഫൈറ്റ് ചെയ്ത് മാത്രം കൊള്ളാം. പിന്നെ മൊത്തത്തിൽ അതിനെ പറ്റി പറയാനാണെങ്കിൽ സുബിനെ അതൊന്നുമില്ല അത് പറയാൻ വേണ്ടി. സ്റ്റോറി ആണെങ്കിൽ ഇല്ല. സ്റ്റോറിയിലാണെങ്കിൽ ഇവരുടെ വണ്ടി എടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. ഇത് എന്റെ ഫസ്റ്റ് ഹാഫ് മൊത്തം വണ്ടി എടുക്കും പോകും. ഒരു ലോകേഷ് യൂണിവേഴ്സിറ്റി ഇറങ്ങാൻ പറ്റാത്ത ഒരു സിനിമ. അത് ട്രക്ക് ആണെങ്കിൽ ഇത് വേറെ. അതിന്റെ കഥ ഒന്നും പറയുന്നില്ലല്ലോ. വേറെ സംഭവം നമ്മളെ ആദ്യം ട്രെയിലറിന് മുന്നേ ഒരു സംഭവം ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലേ, പോസ്റ്ററാണ് ക്ലിപ്പാണ് മറ്റേ വാച്ചിന്റെ സംഭവം. ഇത് അത് സിനിമയിൽ ഹൈലൈറ്റ് കാണിക്കുന്നില്ലേ, ഹാർട്ടിന്റെ ആണ് അവരെന്തോ നടത്തി വേറെ നടക്കുന്നത്. പക്ഷെ അത് കോമഡി ആ പോസ്റ്ററിന് വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരു സീൻ എവിടെ ഈ ഹാർട്ടിന്റെ ലിസ്റ്റ് എടുക്കുന്നത് ജസ്റ്റ് മാത്രമല്ല, വേറെ അതിനകത്തൊന്നും ഇല്ല, പറയുന്നില്ല. സിനിമ കഥ സ്റ്റോറി ആയിട്ടില്ല, കോമൺ സ്റ്റോറി. ഇത് വേറെ ഒന്നുമില്ല, സ്റ്റോറി വെറും കോമൺ സ്റ്റോറി. ഒരു സ്റ്റോറി ആയിട്ട് പറയുന്നത് പക്ഷെ അതിനകത്ത് ഫ്ലാഷ് ബാക്ക് അല്ലെ, ഫ്ലാഷ് ബാക്ക് പക്ക നമുക്ക് തോന്നാത്ത രീതിയിൽ ഒരു വിൻഡി ലുക്കില് അജിത്തിനൊക്കെ ചെയ്തിരിക്കണ പോലെ കാണാനായിട്ട്. അതിനായിരുന്നു സത്യം പറയാലോ, ഇപ്പോഴത്തെ കാട്ട് അത് കാണാനായിരുന്നു ആൾക്കാര് കൈയടി. പിന്നെ ക്യാമിയോസ് കുറെ ഉണ്ട്. എന്തിനൊക്കെ വന്നിട്ട് പോയെന്ന് ആർക്കും അറിഞ്ഞില്ല. നമുക്ക് എന്താ പറയാ, ഒരു ലാസ്റ്റ് ഒരു ഫൈറ്റ് സീക്വൻസില് ഒരാളെ കൊണ്ടുവരണുണ്ട്. അത് വിചാരിച്ച എല്ലാവരും എക്സ്പെക്ട് ചെയ്തു നല്ല പോലീസ് ആളായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണിന്റെ ഒരു ഷോട്ട് അങ്ങനെ ട്രെയിലറിലൊക്കെ ഉള്ള അതൊക്കെ ഇങ്ങനെ വന്ന് ആൾക്കാർ ഇങ്ങനെ കൈയൊട്ടിയൊക്കെ ഇങ്ങനെ വന്ന് അയാളെ കണ്ടപ്പോ കൈയൊട്ടി ഇങ്ങനെ അങ്ങ് ഭംഗി അങ്ങ് നിന്ന് അത്രയും ശോകം. ഹൈ മൊമെന്റ് ആയില്ല. എന്തിനോ വന്ന് കുറച്ചടിച്ച് അത് അയാളെ കണ്ടിട്ടുള്ള പണ്ടത്തെ മൂവീസിലൊക്കെ ഉള്ള ആ ഒരു ഇതാണ്. അങ്ങേർക്ക് ഒരു ഓറ ഫീൽ ചെയ്തില്ല. എന്ന് വെച്ചാൽ ഒരു പുതിയൊരു ക്യാരക്ടറിന്റെ ഒരു എൻട്രി എന്നുള്ള രീതിയിലൊന്നും തോന്നിയില്ല. ജസ്റ്റ് കൂടെ ഉള്ള ഒരു ക്യാരക്ടർ ശരി ശോകമായിരുന്നു. പിന്നെ ആ സോങ് ഭയങ്കര അടിപൊളിയായിരുന്നു. സോങ് ക്രിയേറ്റ് ചെയ്തതും വീട് സത്യം പറഞ്ഞാൽ വീട് സെക്കൻഡ് സോങ് അല്ലേ, ഏത് സോങ്? സെക്കൻഡ് സോങ്. പിന്നെ ബീജിയം ഒക്കെ അത്യാവശ്യമുള്ള അത്യാവശ്യമുള്ളായിരുന്നു, കുഴപ്പമില്ല. എന്നാലും പഴയ ഒരു സാധനം ഇല്ല. എന്നാലും ജയിലറിലെ ബീജിയം കൊടുത്ത് കുറെ ഇതുണ്ട്. എലിവേഷൻ ആ ബീജിയം വെച്ചാണ് ആ സീനം എലിവേറ്റ് ചെയ്തിട്ട് പോയത്. ഒന്നും കാര്യമില്ല. ആ ബീജിയവും അത് കണക്ട് ആവുന്നുണ്ട്, പക്ഷെ ഇതിലത് കണക്ട് ആവുന്നില്ല. ഈ ട്രെയിലർ കണ്ടപ്പോ എന്താണ് എക്സ്പെക്ട് ചെയ്തതിനെ പറ്റി? ഞാൻ ഇങ്ങനെ ഒരു സിനിമയിൽ എക്സ്പെക്ട് ചെയ്തത്, ഞാനൊരു കൈദിയിലെ പോലെയൊക്കെ ഒരു നല്ല കഥയും എന്തെങ്കിലുമൊക്കെ ഒരു ബാക്ക് സ്റ്റോറി ഒക്കെ ഉണ്ട്. എല്ലാ സിനിമയും കൂടി കണക്ട് ചെയ്ത് കൈദിനെ പോലെ ബാക്ക് സ്റ്റോറി ഇല്ലേ, കൈദിന്റെ ബാക്ക് സ്റ്റോറി ഇങ്ങനെയല്ല, എല്ലാ സിനിമയിലും കൂടി കണക്ട് ചെയ്ത പോലെ ബാഡ് അല്ല, ബാക്ക് സ്റ്റോറിയാണ് ഉദ്ദേശിച്ചത്. കൈദി കാണുമ്പോഴേ നമുക്കറിയാലോ ഇതിൽ. പക്ഷെ ബാക്ക് സ്റ്റോറി പറയുന്നത് അവന്റെ ബാക്ക് സ്റ്റോറി നൈസാണ്. ആ ഒരു ഇതില്ല പിന്നീട്. പക്ഷെ അത് ഏത് മൂവി ആയിരുന്നു ആ ബാക്ക് സ്റ്റോറി കാണിക്കുന്നത്? അത് ഏതൊരു പഴയ മൂവി ചിലപ്പോ എന്നോ അറിഞ്ഞൂട. പക്ഷെ ഇതിന് വേണ്ടി ഇതിന്റെ ബാക്ക് സ്റ്റോറി ഒന്നും കാണിക്കുന്നില്ലല്ലോ. ഇതിലാ ജസ്റ്റ് ആ റൂം അടഞ്ഞിരിക്കുന്ന കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കണക്ഷൻ കാണുന്നു വിചാരിച്ചോ. ആ റൂം ഇങ്ങനെ ഡൗട്ട്
ഒരു ക്യാമിയ ഉള്ള ഒരാളെ കയറി പോണെന്ന് തോന്നി. നല്ലൊരാളായി തോന്നിയായിരുന്നു. വേറെ കണക്ഷൻ കാണുന്ന ഞാൻ വിചാരിച്ചു. ഞാൻ കഴിഞ്ഞ ഞാൻ പ്രതീക്ഷ ആയി മറ്റേ എന്തായാലും ക്യാമിയോ സാധ്യമേ അവര് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ വിചാരിച്ചു കാര്യം റൂം അടഞ്ഞിരിക്കുന്ന സെറ്റപ്പ് അതിന്റെ അടുത്തോട്ടൊന്നൊരു ഒച്ച ഒച്ചയൊന്നും ഉണ്ടാക്കല്. എനിക്ക് അപ്പൊ ഡൽഹി എന്നുള്ള ഒരു മൈൻഡ് ആയിരുന്നു. അപ്പോഴേ തോന്നി. കാരണം ക്യാരി കൂടി ബാക്ക് സീൻ ചെറുതായിട്ടൊന്ന് കാണിക്കും. പക്ഷെ വേറെ പിന്നെ രജനീകാന്തിന്റെ എൻട്രി പറ്റി പറയാനാണെങ്കിൽ എൻട്രി വലിയ കുഴപ്പമില്ല. എൻട്രി കൊള്ളാം ഒരുവിധം. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് രജനീകാന്തിന്റെ എൻട്രിയിൽ ഇഷ്ടപ്പെട്ടെന്ന് അറിയാമോ? ആ ചോപ്പ് ചെയ്യുന്ന സാധനം മനസ്സിലായി. ആ ചോപ്പ് ചെയ്യുന്ന സാധനം അത് വെറൈറ്റി ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നല്ല എൻട്രി എന്ന് പറഞ്ഞില്ല. അമീർ ഖാന്റെ കുഴപ്പമില്ല. പക്ഷെ ഒരുമാതിരി എന്തിനോ വേണ്ടി വന്നിങ്ങനെ വരുന്ന സീക്വൻസ് ആദ്യം മറ്റേ കാഫ് കാണിക്കുന്നത്. കാഫിനെ ഒരു പെണ്ണിന്റെ കാഫാണ് ചെറുതായിട്ട് നല്ലപോലെ എല്ലാരും വിചാരിച്ചില്ലേ? നിങ്ങൾ 6 മണിക്ക് ഷോ ആണ് നീ ഷോ കണ്ടില്ലേ? അല്ലെങ്കിൽ തോന്നിയില്ലേ? തോന്നുന്നു. എനിക്കെങ്ങനെ തോന്നി ആ കാര്യം. ഷൂസ് ഇത്രയുള്ള നിക്കറ് ടാറ്റു കാണിച്ചപ്പോ സ്വാഭാവികമായിട്ട് അത് വിചാരിച്ചു പോയി. പിന്നെ അതിന് അമേരിക്കാന്റെ ആവശ്യമൊന്നുമില്ല. വന്നിട്ട് ഭയങ്കര വലിയ സിൻഡിക്കേറ്റ് മെമ്പർ. അമീർ ഖാന്റെ ഡേറ്റ് കിട്ടി. മനസ്സിലായി, ഡേറ്റ് കിട്ടി. എനിക്ക് അതിൽ കണ്ട സംഭവമാണ്. ആക്ച്വലി അമീർ ഖാന്റെ ഡേറ്റ് കിട്ടിയ സമയത്ത് സെറ്റിലുള്ള എല്ലാവരും പറഞ്ഞ് എനിക്ക് അമീർ ഖാന്റെ ഫോട്ടോ എടുക്കണം എന്നുള്ള സ്കീമില് നോക്കിയപ്പം ആദ്യം മറ്റേ ഫൈറ്റ് സീക്വൻസിൽ ചത്ത ആൾക്കാർ മറ്റേ ബിജു ബാബുരാജ് വന്നിരിക്കുന്നത് ആദ്യത്തെ ചത്താണ്. സംഭവം രാവണാണെങ്കിൽ വേണ്ടി അവന്മാര് കുത്തി എടുത്തിടും. അതാണ് എല്ലാം ബാബുരാജ് അങ്ങേരൊക്കെ വന്നിരിക്കുന്നില്ല. ഒരാവശ്യമില്ല. കാരണം ആദ്യത്തെ എല്ലാം പോയ എന്തിനാണെന്ന് തോന്നുന്നു ബാബർ ഇതൊക്കെ ഏറ്റവും ഒരു പിടുത്തമില്ല. കാരണം എന്ന് വെച്ചാൽ റോളില്ല. വരുക അടിയുള്ളൂ ചാവും. അമീർ ഖാനോട് ഫോട്ടോ എടുക്കാം. അല്ല രജനീകാന്തിനോട് ആക്ട് ചെയ്യാൻ നോക്കുമ്പോ അത് കിട്ടിയപ്പം ഇങ്ങോട്ട് കയറിയതായിരിക്കും. ഒന്നുമില്ല അത്ര പിന്നെ സുഖിയാസെ രജനീകാന്തിന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞതിനെ അടിച്ച് അമർത്തി സംസാരം എല്ലാം ചെയ്യും. ആരെങ്കിലും വേറെ ആരെങ്കിലും വന്ന് അതിനെ മിണ്ടൂല. ആക്ച്വലി ഒരു അടിമ ക്യാരക്ടർ പിടിച്ചിരുത്തി കഴിഞ്ഞാൽ വില്ലന്മാർ പിടിച്ചോണ്ടേ കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കണം പോലെ അവിടെ എസ്കേപ്പ് നോക്കൂല. സൗബിന്റെ പോണുണ്ട് ഓടി രക്ഷപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് കൂടുതൽ കൂളായിട്ട് അങ്ങ് പോവാണ്. എന്റെ ഡാഡി ലാസ്റ്റ് ഒരു സീൻ ഉണ്ടായിരുന്നല്ലോ, താഴെ ഗോഡൌണിൽ കൊണ്ടുവന്ന ഒരു സീൻ ഉണ്ടായിരുന്നല്ലോ. ജസ്റ്റ് വിളിച്ചപ്പോ കൂടെ പിടിച്ച ചെവരിൽ പിടിക്കുക അങ്ങനത്തെ ഒന്നുമില്ല. ജസ്റ്റ് വിളിച്ചപ്പോ കൂടെ പറയാ വരുന്നു കുറച്ച് കരയേണ്ട കുറച്ച് സീനുകളുണ്ട്. അത് നല്ലപോലെ ചെയ്തിട്ടുണ്ട്. കാരണം എന്തിനും കാണും കടിച്ചിടാൻ നിൽക്കും. വേറെ ആരെങ്കിലും ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒന്നും വിടൂല. ആര് വിളിച്ചോണ്ടായാലും നല്ല സ്കീമാണ്. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.